ഹലോ ചേട്ടാ, വെൽക്കം ടു ടി ബ്ലോഗ്സ്. ഓക്കെ, ഹലോ. ഇവിടെ ഒരുപാട് കൃഷികളും മറ്റും ഒക്കെ ഉണ്ടെന്ന് ചേട്ടന്റെ വീട്ടില് എന്തൊക്കെയാണ്? ഉണ്ട്. എനിക്ക് പാവലുണ്ട്, കൃഷിയുണ്ട്, പടവലമുണ്ട്. അതുകൂടാതെ കാച്ചിൽ, പിന്നെ ചേമ്പ്, വാഴ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രധാനമായിട്ടും ചേട്ടൻ ചെയ്യുന്ന കൃഷി ഏതാണ്? ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് കൂണാണ്. കൂണ്, മഷ്റൂം. ഏത് കാറ്റഗറിയിലുള്ളതാണ്? ചിപ്പിക്കൂൺ. ഓക്കെ. പടവലം ഇപ്പൊ ആയിട്ടുണ്ടോ? ഉണ്ട്. പടവലമുണ്ട്. ഇത് ബേബി പടവലമാണ്. ബേബി പടവലം എന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് നമ്മള് ഇത് ഇത്രേ വളരത്തുള്ളൂ. പിന്നെ വണ്ണം വെക്കും. ഓക്കെ, അതേ ഉള്ളൂ ഇതിന്റെ വളർച്ച ഇത്രയേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ കനം വെക്കും. സാധാരണ കിളികളും അല്ലെങ്കിൽ അതുപോലുള്ളതൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കവർ ചെയ്ത്. അതെ. ഇത് കായ്ച്ച ഇതിനു വേണ്ടിയാണ്. കായ്ച്ച ശല്യം കൂടുതലായത് കാരണമാണ് പ്ലാസ്റ്റിക് കവർ ചെയ്യുന്നത്. ഇത്രേ ഉള്ളല്ലേ? ഇതിൽ സ്വല്പം ഇത്ര നീളം വരും. അതിന് ബേബി പടവലം എന്ന് പറയുന്നത്. ബേബി. ബാക്കി ഏതൊക്കെയാണ് ചേട്ടാ ഫോക്കസ് ചെയ്യുന്നത്? ബാക്കി ചീര ഇപ്പൊ കുറച്ചേ ഉള്ളൂ കാണിക്കാതെ. എന്നിട്ട് പാവല് ഇപ്പൊ കാ വീട് തുടങ്ങിയതേ ഉള്ളൂ. ഇതേ രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും വളരും. ഇത് പല സ്റ്റേജ് ഇപ്പൊ വളർന്നു വരുന്നത്. ഇതെല്ലാം കായ്ച്ച ചെയ്യുന്ന രക്ഷപ്പെടാൻ വേണ്ടിയാണ് കവർ ചെയ്തത്. കവർ ചെയ്തതിൽ കായ്ച്ച വിത്തിയത് നശിപ്പിക്കും. കീടനാശിനിയോ മറ്റുള്ളതൊന്നും ഉപയോഗിക്കാറുമില്ല. ജൈവവളം അതുപോലെ വേപ്പെണ്ണ മിശ്രിതമാണ് സ്പ്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോകാം. കാച്ചിൽ, ചേമ്പ് എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകാം നമുക്ക്. ഇത് എൻ്റെ ഒരു പാവൽ കൃഷിയാണ്. ഇതും പാവലാണ്. കവർ ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ കായ്ച്ച കുത്തായിരിക്കാൻ വേണ്ടി. കവർ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. കായ്ച്ച കുത്തി കഴിച്ചാൽ പഴുത്തു പോകും. ഡാമേജ് ആയി പോകും. പ്രധാനമായിട്ടും ചേട്ടൻ ഇവിടൊക്കെ വീടുകളിലേക്ക് കൊടുക്കുവാണോ അതോ? വീടുകളിലേക്ക്. ഇതുകൂടാതെ ഇവിടെ വാഴയുണ്ട്. ചാരക്കളി ഇനം വാഴയാണ്. ചാരക്കാളി. അതൊരു ഇനം വാഴയാണ്. പിന്നെ അതുകൂടാതെ ഇതിൽ കാച്ചിൽ കിളിച്ചു വരുന്നതേ ഉള്ളൂ. ചേട്ടന്റെ വേറെ കൃഷി ഏതൊക്കെയാണ്? എനിക്ക് വേറെ ചീര കൃഷി ഉണ്ടായിരുന്നു. ചീരയുടെ കൃഷി ഇപ്പൊ ചൂട് കാരണം നിർത്തി വെച്ചിരിക്കുകയാണ്. ചീര കൃഷി ചെയ്തിരുന്നത് ഈ കാലത്തായിട്ടാണ്. ഈ ഗ്രൗണ്ടിനുള്ളിൽ ഇതിനുള്ളിൽ ചീര കൃഷി ചെയ്തിരുന്നു ഞാൻ. ഇപ്പൊ ഈ ചൂട് കാരണം ഇപ്പൊ ഇടുന്നില്ല. വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇട്ടില്ല, ചൂട് കാരണം. എനിക്ക് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കുമിളാണ്. ചിപ്പിക്കൂൺ. അങ്ങോട്ട് പോവാം. വന്നിട്ട് വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാണ് എന്റെ ചെറിയൊരു ഷെഡാണ്. ചിപ്പിക്കൂണിന്റെ ഇത് തണുപ്പിന് ഇപ്പോഴത്തെ ചൂടിന് പ്രതിരോധിക്കാൻ വേണ്ടി മുകളിൽ കൂടെ ഫാഷൻ ബോർഡ് പടത്തിരിക്കുക.
ഓക്കെ. തണുപ്പ് കൂൺ ഹൗസിനുള്ളിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് പാഷൻ ബോർഡ് വർത്തിയിരിക്കുന്നത്. തിക്കായിട്ട് കിടക്കുന്ന കാരണം ചൂട് ഇതിൽ കിട്ടത്തില്ല ഇതിനുള്ളിൽ. നമുക്ക് അതിനുള്ളിലോട്ട് പോവാം. ഇതിനുള്ളിൽ ലൈറ്റ് കുറവായിരിക്കും. ഓ, ഇതിനുള്ളിൽ ലൈറ്റ് കുറവായിരിക്കും. വിളവെടുക്കാൻ ഭാഗത്ത് നിൽക്കുകയാണ് ഇപ്പൊ. അതെ അതെ. ഇപ്പൊ ആയി വരുന്നേ ഉള്ളല്ലേ? അല്ല, ഇത് വിളവെടുക്കാൻ പരിപാടി. ഇത് കടലിലേക്ക് എത്തിക്കുന്നുണ്ടോ അതോ വീടുകളിലേക്കാണോ അതോ എല്ലായിടത്തും? കസ്റ്റമേഴ്സ് വരും ഇവിടെ വരും. ഇത് പബ്ലിസിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ തുടങ്ങിയത് കാരണം ഇപ്പം ഒരു കൂടിന് എത്ര രൂപയാണ്? ഒരു പാക്കറ്റിന് 120 രൂപയാണ് ഇപ്പൊ. 120 രൂപ 250 ഗ്രാം. 250 ഗ്രാം. ഓക്കെ. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ദിവസത്തെ പിന്നെ മുട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസത്തെ. മൂന്നാമത്തെ ദിവസം ആകുമ്പം ഈ പരുവം. ഇത് ഏകദേശം എന്തിലാണ് ഇത് നിർമ്മിക്കുന്നത്? ഞാൻ വൈക്കോലാണ് ഉപയോഗിക്കുന്നത്. വൈക്കോലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? മീഡിയമായിട്ട്. ഓക്കെ ഓക്കെ. അത് ആദ്യമേ തുടക്കകാലം തൊട്ട് തന്നെ വൈക്കോലാണ്? തുടക്കം തൊട്ട് വൈക്കോലാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പം കറക്റ്റ് ലൊക്കേഷനോടായിട്ട് വരും, അതായത് കസ്റ്റമേഴ്സിന് വല്ല വാങ്ങിക്കണമെന്നുണ്ടെങ്കിലോ? ദേവികുളങ്ങര പഞ്ചായത്തിൽ കായംകുളത്തുനിന്ന് വരുമ്പം കായംകുളം അഴീക്കൽ റോഡ്, കായംകുളം അഴീക്കൽ, പുതുപ്പള്ളി. പുതുപ്പള്ളിക്ക് ലൈറ്റ് മുക്കിനും വടക്കാതിലൂടും മധ്യേ. ചേട്ടാ, എങ്കില് നിങ്ങൾ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരമായിട്ടുള്ള പൂള് അതുപോലുള്ള കൃഷിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ എന്റെ തീർച്ചയായിട്ടും തരാം. 8547244686 ഇതാണ് എന്റെ ഫോൺ നമ്പർ. ഇതിലേത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും അവൈലബിൾ ആണ്. 24 hours. ഞാൻ എന്തായാലും ലൊക്കേഷൻ കൊടുക്കാം. താങ്ക്സ്. ബ്ലോഗ്സിന് വേണ്ടി സഹായം ചെയ്യുന്നത്. വെൽക്കം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി നോക്കി, പക്ഷേ എന്നിരുന്നാലും ഉള്ള കാര്യം ഉള്ള പോലെ പറയാമല്ലോ, നല്ല പാക്കിങ്, അടിപൊളി.